Good afternoon. Good afternoon, Miss. How are you, Miss? Yes, I am fine. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ? റെഡി അല്ലേ? Are you ready? Good morning, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Miss. പറഞ്ഞോളൂ. ആ പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. പ്രസന്റ് ടൈപ്പ് ചെയ്തോ? Take your Hindi textbook. ആർക്കാണ് പ്രസന്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്? എന്ത് പറ്റി മോളെ? ഓക്കെ, മിസ് അത് പ്രസന്റ് ഇട്ടോളാം കേട്ടോ. ഓക്കെ, എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ ക്ലാസ്സില്? എല്ലാരും ക്ലാസ് കഴിയുന്നവരെ വീഡിയോ ഓൺ ചെയ്തേ. മുഹമ്മദ് കെയ്സ്, മിസ് മിസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വെച്ചേ. മുഹമ്മദ് കെയ്സ് മാത്രം. മിസ് കുറേ ചോദ്യം മുഹമ്മദ് കെയ്സിനോട് ചോദിക്കട്ടെ. മുഹമ്മദ് കെയ്സ്, എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാറുണ്ടോ? ആൻസർ പറഞ്ഞേ. എന്താ കാരണം? എന്താ പ്രോബ്ലം? എന്താ? What happened? Range problem. റേഞ്ച് പ്രോബ്ലം ആണല്ലേ? അപ്പൊ കഴിഞ്ഞ ദിവസം മൺഡേ ക്ലാസ്സിൽ ലീവ് ആയിരുന്നില്ലേ? മലയാളം ക്ലാസ്സിലല്ല, മൺഡേ തിങ്കളാഴ്ച ആബ്സെന്റ് ആയിരുന്നില്ലേ? Good afternoon, Miss. ഒരു മിനിറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. മുഹമ്മദ് കെയ്സ് തിങ്കളാഴ്ച ലീവ് ആയിരുന്നില്ലേ? മിസ് ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? ലീവ് ഇൻഫോം ചെയ്തിരുന്നോ ടീച്ചേഴ്സിനെ? ശ്രീകുട്ടി മിസ്സിനോട് പറഞ്ഞിരുന്നു മിസ്സേ. ശ്രീകുട്ടി മിസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണല്ലോ? നിർബന്ധമായും ഏത് ദിവസവും അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും അതായത് ടീച്ചേഴ്സിന് വിടുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓഫീസ് നമ്പറിൽ ലീവ് ലെറ്റർ എഴുതി കൊടുക്കണം കേട്ടല്ലോ. അതിൽ കർക്കശം തന്നെയാണ്, അതിൽ യാതൊരു ഇളവും ആർക്കും ഇല്ല. നിങ്ങൾ കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതായത് ടീച്ചേഴ്സിന് വിവരം കൊടുക്കുക. എന്താണ് കാരണം എന്നും കൂടി പറയണം. വെറുതെ ഞാൻ ലീവാന്ന് മിസ്സേന്ന് പറഞ്ഞാൽ പോരാ, ഇന്ന കാരണം കൊണ്ട് ഞാൻ ലീവ് എടുക്കുന്നു തന്നെ പറയണം. ഓക്കെ. അലൻ മാത്യു, എഡ്വിൻ, റിലു, ആസിയാന്ന് തോന്നുന്നു. വീഡിയോ ഓൺ ചെയ്തേ. മിസ് എന്റെ വീഡിയോ ഓണാ. എന്റെ വീഡിയോ ഓണാണല്ലോ. ഇപ്പല്ലേ ഓണാക്കിയത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫ് ആവല്ലേ? സിദ്ധാന്ത കൃഷ്ണ, ഇനി ഞാൻ വിളിച്ചോണ്ടിരിക്കില്ല. എല്ലാരും വീഡിയോ, ഇനി ഒരാളും വീഡിയോയുടെ അടുത്തേക്ക് കൈ പോയണ്ട, ക്യാമറയുടെ അടുത്തേക്ക് ഒന്നും പോണ്ട. കൈ ഫോൺ അവിടെ വെച്ചേക്ക്. ക്ലാസ് കഴിഞ്ഞ റിലു റെഡിയായോ? ഓക്കെ ആയോ മോളെ? സുഖായോ? എന്താണ്? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ലെസൺ എടുത്തത് ഒന്ന് പറയാമോ? 1085 ആണോ? കംപ്ലീറ്റ് ആക്കി അതിലെ വർക്കുകൾ പറഞ്ഞോ? അപ്പൊ നിങ്ങൾക്ക് മിസ് ഇനി പറഞ്ഞ കാര്യം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒക്ടോബർ ഫസ്റ്റ് വീക്ക് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ആണ്. അതിൽ 1ാമത്തെ ചാപ്റ്റർ മുതൽ 8ാമത്തെ ചാപ്റ്റർ വരെ പഠിക്കണം.
50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ, വേർഡ് മീനിങ്, വിലോമ ശബ്ദം എല്ലാം ടെക്സ്റ്റ് ബുക്കിലും നോട്ട്ബുക്കിലുമായിട്ട് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അവയൊക്കെ പഠിക്കുക. എല്ലാവരും എഴുതി പഠിക്കണം. മനസ്സിലായില്ല മോളെ പറഞ്ഞത്, ക്ലിയർ ആവുന്നില്ല. മിസ് തന്നെ പറയാൻ പോകുന്നു. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 8ാമത്തെ ചാപ്റ്റർ വരെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ എക്സാമിന് വന്നതിന് ശേഷമുള്ളവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. ഗൂഗിൾ ഫോമിലെ എക്സാമിന് ശേഷം ഒരു മൂന്നോ അല്ലെങ്കിൽ മൂന്നാമത്തെ പാഠത്തിന് ശേഷമുള്ള പാഠങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് 1, 2, 3 പാഠഭാഗത്ത് ഉണ്ടാവും. ക്ലിയർ ആയോ? ഒന്നുകൂടി മിസ് പറയാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ലെസണിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ മാത്രം. ബാക്കിയുള്ള 4ാമത്തെ ചാപ്റ്റർ മുതൽ 8ാമത്തെ ചാപ്റ്റർ വരെയുള്ള നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 8ാമത്തെ ചാപ്റ്റർ വരെ എന്താണ് സന? ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും. പിന്നെ ഉണ്ടാവണ്ടേ 10 ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനുണ്ട്. 20 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനുണ്ടാവും. അപ്പൊ എല്ലാ പാഠത്തിലും ക്വസ്റ്റ്യൻ ആൻസർ നന്നായിട്ട് പഠിക്കുക, എഴുതി പഠിക്കണം. വേർഡ് മീനിങ് ഉണ്ടാവും, വിലോമ ശബ്ദം ഉണ്ടാവും, സമാനാർത്ഥി ശബ്ദം ഉണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലാണുണ്ടാവും, മാച്ച് ചെയ്യാനുണ്ടാവും. എന്താ ഷഹമ ഉറക്കം വരുന്നത്? ഷഹമാവി ഒരു ദിവസം 2 എക്സാം ഉണ്ടാവോ? ഇല്ല, മിക്കവാറും ഒന്നേ ഉണ്ടാവുള്ളൂ. ഷഹ്മ ഒരു മുഖൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മളെ ഒരു ഉറക്ക ക്ഷീണം പോലെ മുഖൊന്ന് കഴുകിട്ട്. എക്സാം എങ്ങനെയാ? ഗൂഗിൾ ഫോമിലാണോ? ഗൂഗിൾ ഫോമിലല്ല, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. സമയം പറഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. നിങ്ങള് എഴുതണം. ആൻസർ ഷീറ്റിൽ തന്നെ എഴുതിട്ട്. ഷഹ്മക്ക് പകരം ആരാ പഠിക്കാൻ വന്നേ? ഷഹ്മയുടെ അനിയനാണോ? എക്സാം നന്നായിട്ട് ആൻസർ ഷീറ്റിൽ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണം. ആൻസർ ഷീറ്റ് തന്നെ നേരത്തെ കരുതി വെച്ചോ. അല്ലാതെ അവിടെ ഇവിടെ പറ. അതിന്റെ നിയമങ്ങളൊക്കെ പിന്നീട് പറഞ്ഞു തരും. നിങ്ങൾ ഇത്രേ മനസ്സിലാക്കി വെക്കണ്ടു. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 8 ചാപ്റ്റർ, അതായത് 8 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം എന്നുള്ളത്. എഴുത്ത് പരീക്ഷയാണ്. പേപ്പർ നിർബന്ധമായിട്ടും പേപ്പറിൽ തന്നെ എഴുതണം. കാരണം നിങ്ങളുടെ പേപ്പർ പിന്നീട് സബ്മിറ്റ് ചെയ്യാൻ സ്കൂളിലേക്ക് എത്തിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നീറ്റ് ആയിട്ട്, അതുകൊണ്ട് ഇപ്പോഴേ പറയാം, ഒരു കെട്ട് പേപ്പർ ഇങ്ങനെ എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് പേരൻസിനോട് കൊണ്ടുപോക്കാൻ പറ. കേട്ടല്ലോ? ഒരുമിച്ച് വാങ്ങിയിട്ട്. പരീക്ഷ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞില്ലടാ. എല്ലാം പറഞ്ഞേക്കുമ്പോ ഏറ്റവും പരീക്ഷ. ഇനി പേജ് നമ്പർ 42 കൊടുത്തേ. 42 ചെന്നൈക്ക് സയർ നിലയിലെ 42 കൊടുക്ക. വേർഡ് മീനിങ് ആണ് ആദ്യം. ശബ്ദാർത്ഥം. വേർഡ് മീനിങ് മിസ് ഒന്നുകൂടി പറയാം, വീണ്ടും സംശയം വരണ്ട. എക്സാമിന് വേർഡ് മീനിങ് എഴുതുമ്പോ ഇംഗ്ലീഷ് മീനിങ് ആണ് പഠിക്കേണ്ടത്. ഹിന്ദി വേർഡിന്റെ ഇംഗ്ലീഷ് മീനിങ്. ഖുഷി ഹാപ്പിനെസ്, ഖൂബ്സൂരത്തി ബ്യൂട്ടി. ഇപ്പൊ വീണ്ടും ചോദിക്കണ്ട ഹിന്ദി മീനിങ് എഴുതണോ മിസ്സേ, ഹിന്ദി മീനിങ് ഉണ്ടല്ലോ മിസ്സേ, പഠിക്കണോ മിസ്സേന്ന് ചോദിക്കണ്ട. ഇംഗ്ലീഷ് മീനിങ് ആണ് പഠിക്കേണ്ടത്. വേർഡ് മീനിങ് ഉണ്ടാവും, വിലോമ ശബ്ദം ഉണ്ടാവും, എല്ലാം. അപ്പൊ ഈ പാഠഭാഗത്തിലെ പേജ് നമ്പർ 42-ലെ വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ്, വിലോമ ശബ്ദ് എന്നിവ നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതണം ഇന്ന് തന്നെ. ഓക്കെ? ആസിഫ് സഫ എന്താ കളിക്കുന്നേ? പറഞ്ഞോ. കമ്പ്യൂട്ടർ ചാപ്റ്റർ ഉണ്ടാവും എക്സാമിന്? ഇല്ല, അത് നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് തന്നതല്ലേ. ഓക്കെ. ഖുഷി ഹാപ്പിനെസ്. ആൻഷോ വീഡിയോ ഓൺ ചെയ്തേ.
ഖുഷി ഹാപ്പിനെസ്. ഖൂബ്സൂരത്തി ബ്യൂട്ടി. കാര്യക്രം പ്രോഗ്രാം. ഒന്ന് വായിച്ചു നോക്കി എവിടെ ഇരുന്നിട്ട്. രാജധാനി ക്യാപിറ്റൽ. പര്യടൻ സ്ഥൽ ടൂറിസ്റ്റ് സ്പോട്ട്. പര്യടകവും ടൂറിസ്റ്റ്. ആകർഷൺ അട്രാക്ഷൻ. സമുദ്രതട് സീ കോസ്റ്റ്. ബലിദാൻ സാക്രിഫൈസ്. ദർശനീയ വിസിറ്റബിൾ. നിർമ്മാൺ കൺസ്ട്രക്ഷൻ. ഖതർനാക്ക് ഡേഞ്ചറസ്. സംഗ്രഹാലയ മ്യൂസിയം. ഇത്രയുമാണ് വേർഡ് മീനിങ് എഴുതാനുള്ളത്. നെക്സ്റ്റ് സമാനാർത്ഥി ശബ്ദം. സമാനാർത്ഥി ശബ്ദം എന്താ? പര്യായ പദം, സിനോണിമിസ്. പത്ര, ഖത്ത്, ചിട്ടി. വായിക്കണേ, മിസ് വായിക്കുമ്പോ തന്നെ നിങ്ങളും വായിക്കണം. സമുദ്ര എന്താ? പത്ര പറഞ്ഞാല് ലെറ്റർ, കത്ത്. സമുദ്ര, സാഗർ, ജലധി. സമുദ്രന സമുദ്രം, കടല്. വിശ്വ, വിശ്വന ലോകം. സംസാർ, ദുനിയ. മുഹമ്മദ് ഷസിൻ. മുഹമ്മദ് ഷസിനെ കണ്ടല്ലോ. പ്ലീസ് അൺമ്യൂട്ട്. മൺഡേ ക്ലാസ്സിൽ കയറില്ലല്ലോ മലയാളത്തിന്റെ. മൺഡേ ഏതൊരു ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നില്ലേ മുഹമ്മദ് ഷസിൻ? തിങ്കളാഴ്ച രണ്ട് ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തോ? ഇന്നലെ ലീവായിരുന്നു. മൺഡേ ഓർമ്മിച്ച്. ലീവായിരുന്നോ? യെസ്. ഇൻഫോം ചെയ്തോ? ആരെ അറിയിച്ചേ? പ്രിൻസിപ്പലിനെ. ലീവ് ലെറ്റർ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഷഹ്മ കെ ഉണ്ടോ ക്ലാസ്സില്? ഷഹ്മ ബി നേരത്തെ കണ്ടു. ഷഹ്മ കെ വന്നിട്ടുണ്ടോ? അജ്സലി വന്നിട്ടില്ല അല്ലെ? മുഹമ്മദ് കേസ് നേരത്തെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്ലാസ് ആബ്സെന്റ് ആവുന്നതിന് തൊട്ട് മുന്നേ അത് ടീച്ചേഴ്സിന് പേര് അറിയിക്കുക, അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് ലെറ്റർ അയക്കുക, ലീവ് ലെറ്റർ. നെക്സ്റ്റ് വിശ്വ, സൻസാർ, ദുനിയ. സൈനികൻ, സിപ്പാഹി, ഫൗജി. സോൾജിയർ അല്ലെ? സോൾജിയർ. സൈനികന സോൾജിയർ. സിപ്പാഹി, ഫൗജി. കില, കില പറഞ്ഞ കോട്ട. ദുർഗ്, ഗഢ്. ദുർഗ്, ഗഢ്. വിലോമ ശബ്ദം. ഖൂബ്സൂരത്. എന്താ ഓപ്പോസിറ്റ് വേർഡ്? ബദ്സൂരത്. എന്താ വായിക്കണ്ടേ? ബദ്സൂരത്. ഒന്ന് വായിച്ചേ മിസ് വായിക്കുമ്പോ തന്നെ. ഖൂബ്സൂരത്, ബദ്സൂരത്, ബദ്സൂരത്, ബദ്സൂരത്. നെക്സ്റ്റ് വിജയ്, രാജയ്. വിജയ്, രാജയ്. വിജയ്, പരാജയ്. വിജയ്, പരാജയ്. വിജയ്, പരാജയ്. വിജയ്. എൻജോ ജോസഫ്, ആസിയ സഫ വീഡിയോ ഓൺ ചെയ്തേ. മിസ് എല്ലാരും മ്യൂട്ട് ചെയ്ത് ഒറ്റ കേൾക്കുന്നു എല്ലാരും. അപ്പൊ മിസ് ചോദിക്കുമ്പോ ആൻസർ നിങ്ങൾ പറയണ്ടടാ. ആ, നിങ്ങൾ എന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചോ. ഞാൻ പറയുമ്പോ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. വിജയ്, പരാജയ്. കൃത്രിം, സ്വാഭാവിക്. നിശ്ചിത, അനിശ്ചിത. അലൻ പി സാംസൺ ക്ലാസ് കയറിയില്ല അല്ലെ? ഓക്കെ. അപ്പൊ ഇത്രയും വിലോമ ശബ്ദം നോട്ട്ബുക്കിലേക്ക് എഴുതുക. ശ്രുതലേഖ ഡിറ്റേഷൻ വാക്കുകൾ എന്തൊക്കെയാ? കാര്യക്രം, പര്യടൻ, ആകർഷൺ, ശ്രദ്ധാഞ്ജലി, ബാംഗ്ലൂരു, രാഷ്ട്രീയ, കൃത്രിം, കപാലീശ്വർ. ഇത് വായിക്കുമ്പോ ശ്രദ്ധിക്കണേ.
ഇനി ഓറൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓറൽ ക്വസ്റ്റ്യൻസ്. ഇത് വീണ്ടും വീണ്ടും ചോദിക്കരുത്, ഇത് എക്സാമിന് ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, कौन किसको पत्र लिख रहा है? ആര് ആർക്കാണ് ലെറ്റർ അയച്ചത്? രാമനാഥനെ ഹേമന്ത്ക്കോ. രാമനാഥൻ ഹേമന്തിനാണ് ഈ ലെറ്റർ അയച്ചത് അല്ലേ? സംശയമുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് വായിക്കണം അതുകൊണ്ടാ പറഞ്ഞേട്ടോ. नेक्स्ट, पत्र में किसके बारे में बताया गया है? ലെറ്ററില് ആരെ കുറിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? കിസ്കെ ബാരെ മേം, ഏത് സ്ഥലത്തെ കുറിച്ചാണ് പറഞ്ഞത്? ചെന്നൈ. ചെന്നൈ के बारे में ले, ചെന്നൈ के बारे में. नेक्स्ट, ചെന്നൈ का पुराना नाम बताओ. ചെന്നൈയുടെ പഴയ പേര് പറയാമോ? മദ്രാസ്. മദ്രാസ് അല്ലേ? കറക്റ്റ്. മദ്രാസ്. ओके ले. ചെന്നൈ के मुख्य आकर्षण स्थल कौन कौन से हैं? नाम बताओ. ചെന്നൈയിലെ പ്രശസ്തമായ സ്ഥലങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ആകർഷിക്കപ്പെടുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? ബീച്ച്, മറീന ബീച്ച് ഉണ്ട്, സെന്റ് ജോർജ് കാ കില ഉണ്ട് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ. फर्स्ट क्वेश्चन, हेमंत अपने मित्र को एक पत्र क्यों लिख रहा है? നിത വീഡിയോ ഓൺ ചെയ്തേ. എന്തിനാണ് ഹേമന്ത് തന്റെ കൂട്ടുകാരന് ഈ കത്ത് അയച്ചത്? हम की खूबसूरती के बारे में जानकर जल्दी ही हम आने का कार्यक्रम बनाओ. ഇവിടുത്തെ ഭംഗിയേറിയ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായും അവൻ എവിടേക്ക് വരാൻ തയ്യാറാവും? ചെന്നൈയിലേക്ക്. അപ്പൊ മിസ് ക്വസ്റ്റ്യൻ ആൻസർ മാർക്ക് ചെയ്ത പേജ് മിസ് ഇപ്പൊ ഗ്രൂപ്പിൽ അയക്കും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇന്ന് തന്നെ വർക്കുകളെല്ലാം ചെയ്തു വെക്കണം. ഇത്രയും പാഠങ്ങൾ എക്സാമിന് വരും. ഓക്കെ ആണല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞോ, ആരാണ് മിസ് വിളിക്കുന്നത്? ഏഞ്ചൽ റോസ്, വൈ ആർ യു ലേറ്റ്? നേരത്തെ കയറിയോ? ഓക്കെ, കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെന്നൈ कहाँ की राजधानी है और इसका दूसरा नाम क्या है? ചെന്നൈ ഏതിന്റെ തലസ്ഥാനമാണ്? ഇതിന്റെ പഴയ പേരെന്താണ്? ചെന്നൈ തമിഴ്നാടു की राजधानी है. पहला इसका नाम മദ്രാസ് था. മദ്രാസ് ആയിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. മുഹമ്മദ് ഷാൻ ഉണ്ടോ ക്ലാസ്സില്? മുഹമ്മദ് ഷാൻ ഉണ്ടോ? മദ്രാസ് അല്ല, മുഹമ്മദ് ഷാൻ ഉണ്ടെങ്കിൽ മദ്രാസ് എന്നാ പറഞ്ഞേ. ഉണ്ട് മിസ്സേ. ആരാണ്? എവിടെ? മുഹമ്മദ് ഇല്ല മിസ്സേ. ഇല്ലടാ, റോഷൻ ടിട്ടുവിന് കണ്ണ് കാണുന്നില്ല അല്ലേ? ഇല്ല മിസ്സേ. ഇല്ല മോളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, सेंट जॉर्ज किला कहाँ स्थित है? इसे किसने बनवाया था? സെന്റ് ജോർജ് കില എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് ആരാണ് നിർമ്മിച്ചത്? പറയാമോ? ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ കഴിഞ്ഞോ? सेंट जॉर्ज किला कहाँ स्थित है?
कैसे किसे बनवाया था? ഇത് ആരാണ് നിർമ്മിച്ചത്? മറീന ബീച്ച് की शुरुआत में ही സെന്റ് ജോർജ് കില है. മറീന ബീച്ചിന്റെ നടുവിലായി അത് തുടക്കം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എവിടെയാണ്? സെന്റ് ജോർജ് കിലയിലാണ്. ഈ കില ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നിർമ്മിച്ചത്. नेक्स्ट क्वेश्चन, चेन्नई में हर वर्ष कहाँ और किन अवसरों पर सैनिकों को श्रद्धांजलि दी जाती है? पेज नंबर 43 ले क्वेश्चन आंसर. അതായത് അവിടെ എപ്പോഴാണ് സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. सेंट जॉर्ज किले के दक्षिण में युद्ध स्मारक है. यहाँ लहराता विशाल तिरंगा सैनिकों के बलिदान की याद दिलाता है. हर वर्ष सेना दिवस, नौसेना दिवस और विजय दिवस के अवसर पर यहाँ सैनिकों को श्रद्धांजलि दी जाती है. इस ग्रुप मार्क स्थल स्प्लैश पार्क के बारे में 2 वाक्य लिखो. पेज नंबर 41 लास्ट पैराग्राफ यहाँ स्विमिंग पूल, रेनफॉल शावर तथा कृत्रिम वाटरफॉल का आनंद लिया जा सकता है. यहाँ कपालीश्वर मंदिर और स्वामी विवेकानंद हाउस भी है जो निश्चित पर समय खुलते हैं और बंद होते हैं. इങ്ങനെ 5 ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമുക്ക് പാഠഭാഗത്തിൽ എഴുതാനുള്ളത്. എത്രണ്ണം? 5 എണ്ണം. ഇപ്പൊ എല്ലാവരും ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ അയച്ചു തരും. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ആ പാഠഭാഗം കിട്ടിയില്ല എന്ന് പറയരുത്. ഇന്ന് തന്നെ ഗ്രൂപ്പിൽ നോക്കി എല്ലാം ടെക്സ്റ്റിലെ വർക്കുകളെല്ലാം വേർഡ് മീനിങ്, വിലോമ ശബ്ദം, സമാനാർത്ഥി ശബ്ദം, ക്വസ്റ്റ്യൻ ആൻസറും നോട്ട് ബുക്കിലേക്ക് എഴുതുക. എത്ര മണിക്കുള്ളിൽ അയക്കണം? ഇന്ന് അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിൽ അയച്ചാൽ മതി. ഇന്ന് തന്നെ എഴുതിക്കോ, പരമാവധി എഴുതി അയച്ചോ. नीचे चेन्नई के कुछ पर्यटन स्थलों के चित्र दिए गए हैं, उनके नाम लिखो. താഴെ 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ചെന്നൈയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളാണത്. അതിന്റെ പേര് അവിടെ നിങ്ങൾ എഴുതണം. ഷഹ്മക്ക് എന്ത് പറ്റി മോളെ? ഷഹ്മാവി, ഒരു ക്ഷീണുണ്ടല്ലോ മുഖത്ത്, ഉറക്കൊഴിഞ്ഞോ? എന്നെ നോക്ക്, സുഖമില്ലേ? ഇല്ല മിസ്സേ, ഓക്ക് വയറുവേദനായിട്ട് ഗുളിക കഴിക്കുന്നതിന്റെ ക്ഷീണാണ്. ഓ, എന്നാ പിന്നെ മോള് ക്ലാസ് ലീവ് എടുത്താ പോരായിരുന്നു? അവിടെ റെസ്റ്റ് എടുത്തൂടെ മോളെ? വയ്യാണ്ടാണെങ്കിൽ ഇരിക്കണ്ട മോൾ, പിന്നീട് റെസ്റ്റ് കഴിഞ്ഞിട്ട് യൂട്യൂബ് ക്ലാസ് കണ്ടാ മതി. കഴിഞ്ഞ ലീവ് അടിച്ചു പോയിക്കോട്ടോ, വയ്യെങ്കിൽ ഇരിക്കണ്ട. ഓക്കെ, ഗുളിക കഴിഞ്ഞ ക്ഷീണത്തിലായിരിക്കുന്നത് കാണുന്നത്, അതുകൊണ്ടാണ്. റെസ്റ്റ് എടുത്തോട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ 3 സ്ഥലങ്ങള് പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? ആ 3 പിക്ചേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പിക്ചർ ഏതാ? അവിടെ എഴുതണമെന്നുണ്ട് മറീന ബീച്ച്. നമ്മൾ പോയ അവിടെ നമ്മൾ കണ്ടോ? നമ്മളവിടെ ടൂർ പോയാ? പോയിട്ടുണ്ടോ ആരെങ്കിലും? മിസ് പോയിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പോയവരുണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് എപ്പോഴെങ്കിലും എല്ലാവരും കൂടി പോകാം അല്ല? എഡ്വിൻ പോയിട്ടുണ്ടോ? എഡ്വിൻ പോകുമ്പോ ഞങ്ങളെയും കൂടി കൂട്ടിയേക്കണേ. മറീന ബീച്ചില് ഞാൻ പോയിട്ടുണ്ട്. സാമോലോ? അതെയോ? ആഹാ, ഭാഗ്യവൻ തന്നെ. 2-3 പേര് പോയിട്ടുണ്ടല്ലേ? നെക്സ്റ്റ് സെക്കൻഡ് പിക്ചർ എന്താണ്? സ്നേക്ക് പാർക്ക് അല്ലേ? ആ, അവിടെ എഴുത് നീത, പിന്നെ സംസാരിക്കാം. അവിടെ എഴുത് സ്നേക്ക് പാർക്ക്. സ്നേക്ക് പാർക്ക് എഴുതിയോ? എഴുതി. തേർഡ് പിക്ചർ യുദ്ധ സ്മാരക. ഇതാണ് യുദ്ധ സ്മാരക. യെസ്.
യുദ്ധസ്മാരകം. സ്കൂൾ തുറക്കാൻ എന്നുണ്ട് പറഞ്ഞിട്ട് എല്ലാവരും റെഡിയായോ? നവംബർ 1 സ്കൂൾ തുറക്കുന്നല്ലോ മറ്റേ റെഡിയായോ എല്ലാരും? ബുക്സ് ഒക്കെ ഉണ്ടോ കയ്യില്? ഏതല്ലോ ബുക്ക് കാണുന്നില്ലല്ലോ, മിസ്സായിട്ട് കാണുന്നുണ്ടല്ലോ ബുക്സ്. പിന്നില്ലേ ആ അത് സ്കൂളിലായിരിക്കോ? അല്ല, ഒക്ടോബർ ഫസ്റ്റ് വീക്കിലല്ലേ എക്സാം. നവംബർ ഫസ്റ്റ് വീക്കല്ലേ സ്കൂൾ തുറക്കുന്ന മെസ്സേജ് കണ്ണ്. ആ ചിലപ്പോ തുറക്കാൻ സാധ്യത ഉണ്ടാവൂല, സംശയത്തിലാണ്. മക്കളെല്ലാരും കൂടി വന്നിട്ടേ വല്ല അസുഖവും വന്നു കഴിഞ്ഞാൽ ആര് മറുപടി പറയും അല്ലേ? നിങ്ങൾക്ക് പേടിയുണ്ടോ വരാൻ? പേടിയുണ്ടല്ലേ? റിലുവിന് പേടിയില്ല. കുറച്ചു പേർക്ക് പേടിയില്ല, കുറച്ചു പേർക്ക് പേടിയുണ്ട്. മിസ്സിനൊക്കെ പേടിയുണ്ട് കേട്ടോ. കുഞ്ഞു മക്കൾ ഇങ്ങനെ വന്നിട്ട് വല്ല അസുഖം ആവോ എന്നുള്ളൊരു പേടിയുണ്ട്. ചില സ്ഥലങ്ങളിൽ ബ്ലാക്ക് ഫംഗസ് വന്നിട്ടുണ്ട്. കൊച്ചിയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ചികിത്സിച്ച ഒരു സ്ത്രീക്കുണ്ട് കൊറോണ വന്നിട്ട് ബ്ലാക്ക് ഫംഗസ്. കണ്ണില് കാഴ്ചക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. ഏതായാലും അതുവരെ നിങ്ങള് സേഫ് ആയിട്ടിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ. മിസ്സിന് നിങ്ങളെ കാണാൻ കൊതിയലുണ്ട്, പക്ഷെ എന്ന് വേണ്ട, നമ്മളും സൂക്ഷിക്കേണ്ടതില്ലേ അല്ലേ? അപ്പൊ 3 ടീച്ചറിന്റെ പേര് എഴുതി. ആൻസർ എഴുതിയോ? നമുക്ക് ടീച്ചേഴ്സിനെയും കാണണം. അതെയോ? അതാണ്. അഞ്ജു ജോസഫ് എഴുതിയോ? പോയോ? ആവണിനെ കാണുന്നില്ലല്ലോ. ആവണി മൂന്നാമത്തെ ഒന്ന് പറയോ? ഏതാ നമ്മളെ യുദ്ധസ്മാരക 3ാമത്തെ പിക്ചർ? യുദ്ധസ്മാരക. മിസ് ഗ്രൂപ്പിൽ അയച്ചു തരുമോ? ആ അയച്ചെന്നേക്കാം. ക്വസ്റ്റ്യൻ ആൻസർ പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ചോദ്യവും അതിന്റെ ആൻസർ എഴുതിയെടുക്കുക. ബാക്കിയുള്ളവയൊക്കെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. നെക്സ്റ്റ്, സഹി മിലാൻ കരോ, മാച്ച് ദി ഫോളോവിംഗ്. മാച്ച് ചെയ്യണേ. ദക്ഷിൺ ഭാരത് കാ പ്രവേശ ദ്വാർ എവിടെയാത്? ചെന്നൈ. അതവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. അതവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്, സെന്റ് ജോർജ് കില അതെവിടെയാ? സെന്റ് ജോർജ് കിലാമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എയ്മി ഇല്ലല്ലോ ക്ലാസ്സില്? എയ്മി റോസ് ഇല്ലല്ലോ. മൂന്നാമത്തേലേക്കാ? സെക്കൻഡ് വണ്ണില് മൂന്നാമത്തെ ആൻസർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നെക്സ്റ്റ്, സ്നേക്ക് പാർക്ക്. ലാസ്റ്റ് വാക്ക് എന്ത്? ഭാരതീയ സാംബോങ്ക സംഗ്രഹാലയ. ഇന്ത്യയിലെ എല്ലാ വിഷപ്പാമ്പുകളുടെയും മ്യൂസിയം. ഭാരതീയ സാംബോങ്ക സംഗ്രഹാലയ. എഴുതിയോ? नेक्स्ट है विश्व का दूसरा सबसे लंबा समुद्र तट मरीना बीच. Yes, Marina Beach. सैनिकों का बलिदान युद्ध स्मारक. फर्स्ट वर्ड युद्ध स्मारक. युद्ध स्मारक.
നിഹാരി ഉണ്ടോ ക്ലാസ്സില്? നിഹാര രാജേഷ് ഉണ്ടോ? നോ മിസ്. നോ. ആരാധ്യ രാവിലെ ക്ലാസ്സിൽ ഉണ്ടായില്ലേ മോളെ? രാവിലത്തെ ക്ലാസ്സിൽ വേറെ ക്ലാസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്ന്? മിസ് ഞാൻ ഉണ്ടായിരുന്നു. ഏത് ക്ലാസ് ഉണ്ടായിരുന്നു ഇന്ന്? നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആരാധ്യ ഇൻഫോം ചെയ്തിരുന്നോ ടീച്ചറിനെ? ഞാൻ ടീച്ചറോട് പറഞ്ഞിരുന്നു. ഓക്കെ. അതുപോലെ അജിസൽ ഇല്ല, അലൻ പി സാംസൺ ഇല്ല. ഓക്കെ. ആസിഫ് സഫ ഉണ്ട് മിസ്. നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ മോളെ? ഫസ്റ്റ് ക്ലാസ്സിൽ? ആ ഇന്ന് ഏതൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു? രാവിലെ 8:30 രണ്ടാമത്തെ ക്ലാസ്. രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു. രാവിലെ 8:30 ഒരു ക്ലാസ്. രാവിലെ 8:30 ഒരു ക്ലാസ്സും ഇപ്പൊ ഒരു ക്ലാസ്സും അല്ലേ? പിന്നെ 10 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു മിസ്സേ. 10 മണിക്ക് ഏത് ക്ലാസ്? അറബിക്ക്. ആ അപ്പൊ ഇതിന് മുന്നേ 8:30 ക്ലാസ്സിന് ആസിഫ് സഫ കയറിയിരുന്നോ? ലീവ് ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ. ഏഞ്ചൽ റോസോ? ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ ഉണ്ടായിരുന്നു മിസ്. 8:30 ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? യെസ് ഉണ്ടായിരുന്നു. ഓക്കെ. ആൻജോ ജോസഫ്? യെസ് മിസ്. രാവിലത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോ? ഉണ്ടായിരുന്നു. യെസ്. പ്രസന്റ് കാണുന്നില്ലല്ലോ ആൻജോ. ഓക്കെ. നെക്സ്റ്റ് അപ്പൊ അതിലെ മാത്സ് ഫോളോയിങ് കഴിഞ്ഞു. നെക്സ്റ്റ് പേജ് നമ്പർ 44. संज्ञा के स्थान पर अब ब्लू कलर കൊടുക്കുന്ന ബോക്സിൽ തന്നെ വായിക്കാം. संज्ञा के स्थान पर प्रयोग किए जाने वाले शब्दों को सर्वनाम कहते हैं. നാമത്തിന് പകരം ചേർക്കുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സർവനാമം. നൗണിന് പകരം ചേർക്കുന്നതാണ് പ്രോനൗൺ. ക്ലിയർ ആയോ? നാമത്തിന് പകരം ചേർക്കുന്ന ശബ്ദമാണ് സർവനാമം. നൗണിന് പകരം ചേർക്കുന്ന ശബ്ദമാണ് പ്രോനൗൺ. സംജ്ഞയ്ക്ക് പകരം ചേർക്കുന്ന ശബ്ദമാണ് സർവനാമം. മനസ്സിലായല്ലോ? ഇപ്പൊ മിസ്സിന്റെ പേര്, നിങ്ങളുടെ പേര് ഇപ്പൊ റിലു, ടോഷിൻ, സന, ആ പേരിന് പകരം അവൻ, അവൾ, നീ, നിങ്ങൾ, ഞാൻ എന്ന് പറയാറില്ലേ? അങ്ങനെ പറയുന്നതാണ് എന്ത്? സർവനാമങ്ങള്. ഇവിടെ നോക്ക്, ചെന്നൈ തമിഴ്നാടു की राजधानी है, इसे दक्षिण भारत का द्वार भी कहा जाता है. ചെന്നൈ തമിഴ്നാടിന്റെ തലസ്ഥാനമാണ്, അതുകൊണ്ട് ഇതിനെ ദക്ഷിണേന്ത്യയുടെ ഡോർ എന്ന് വിളിക്കപ്പെടുന്നു. दिए गए उदाहरणों की दूसरी पंक्ति में इसे शब्द का प्रयोग संज्ञा शब्द चेन्नई के स्थान पर किया गया है, अतः यह सर्वनाम है. ഫസ്റ്റ് പറഞ്ഞ സെന്റൻസ് ചെന്നൈനെയാണ് രണ്ടാമത്തെ സെന്റൻസിൽ ഇസേ എന്ന് പ്രയോഗിച്ചത്. അതുകൊണ്ട് ഏതിനെ? ചെന്നൈനെ. അപ്പൊ ആ ഇസേ എന്നുള്ളതാണ് എന്ത്? സർവനാമം. അപ്പൊ നിങ്ങളോടുള്ള ചോദ്യം എന്താ താഴെ? പാഠ് में से 4 സർവനാം ശബ്ദ ढूंढ कर लिखो. Find and write 4 pronoun from the chapter. പാഠഭാഗത്തിൽ നിന്ന് ഫൈൻഡ് ആൻഡ് റൈറ്റ് സെലക്ട് ചെയ്തിട്ട് എഴുതണം. എന്ത്? പ്രോനൗൺ ഫ്രം ദ ചാപ്റ്റർ. പാഠഭാഗത്തിൽ നിന്ന് പ്രോനൗൺ സെലക്ട് ചെയ്യുക,
എന്നിട്ട് അവിടെ എഴുതുക. അപ്പോ ഏതൊക്കെ ഉണ്ടെന്ന് അറിയോ പാഠഭാഗത്തില്? ഫസ്റ്റ് തുമാര അവിടെ കൊടുത്തിട്ടുണ്ട്, തുമാര. സെക്കൻഡ് തും, സെക്കൻഡ് ഡാഷ് എടുക്കേണ്ടതാണ് തും. അവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോ തും. ആൻജോ ജോസഫ് അലൻ ജോസഫിന്റെ അനുജനാ? ആ തും. സെക്കൻഡ് തും എഴുതണം. തേർഡ് അപ്പിനെ. ഫോർത്ത് തുമേ. മിസ് അതിപ്പോ അയച്ചുതരാം. മിസ് അയക്കുമ്പോ ഫുൾ ഉണ്ടാവേ. നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങള് വേണ്ടത് നോക്കി എഴുതിയെടുക്കുക. നെക്സ്റ്റ് ക്ലാസ് കട്ടാവാറായി എങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ കൃത്യമായി എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. दिए गए शब्दों के अर्थ अंग्रेजी और अपनी मातृभाषा में लिखो. താഴെ കൊടുത്തിരുന്ന ഹിന്ദി വേർഡിന്റെ ഇംഗ്ലീഷ് മീനിങ് ആദ്യം എഴുതുക, അതിനുശേഷം മലയാളം മീനിങ്ങും എഴുതണം. നോക്കിക്കോ. ഫസ്റ്റ് വേർഡ് പര്യടക്, ടൂറിസ്റ്റ്. അത് നേരെ മലയാളത്തിൽ എഴുതി യാത്രികർ, യാത്രക്കാര്, യാത്രികർ. ബെനീറ്റ് എഴുതുന്നുണ്ടോ? ടൂറിസ്റ്റ്, യാത്രികർ. അവിടെ ടൂറിസ്റ്റ് എന്നുണ്ട്, മലയാളം എഴുതുന്നത്. ഇനി മുതൽ ഇംഗ്ലീഷ് മീനിങ് ഓതണം, മലയാളം മീനിങ് ഓതണം. അത് അടുത്ത ക്ലാസ് പറയാം അല്ലേ? ക്ലാസ് കട്ടാവാറായി. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ളത് ഞാൻ എഴുതേണ്ടത് ഇന്ന് തന്നെ. ഇപ്പൊ തന്നെ എന്ത് ചെയ്യാ? ചോറുണ്ടതിന് ശേഷം നിങ്ങള് അടുത്ത ക്ലാസ്സിന് മുന്നേ വേർഡ് മീനിങ്ങും എല്ലാം എഴുതി വെക്കട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ മിസ് ഇപ്പൊ തന്നെ അയച്ചുതരാം. എല്ലാവരും എഴുതി കംപ്ലീറ്റ് ആക്കണേ. 8 ചാപ്റ്റേഴ്സ്, 8 പാടാണ് എക്സാമിന്. ഓക്കെ, ബൈ, സീ യു. എല്ലാരും പോയി നല്ലപോലെ ഭക്ഷണം കഴിച്ചേ, വയർ നിറച്ച് കഴിച്ചേ. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഇന്ന്? ടുഡേ സ്പെഷ്യൽ എന്താ? പുളിശ്ശേരി. പിന്നെ സാമുവലിന് എന്താ സ്പെഷ്യല്? മീൻകറി. റിലുവിന് എന്താ സ്പെഷ്യല്? സാമുവലിന് തൈര്. ഓക്കെ. റിലു സ്പെഷ്യൽ ഒന്നും ഇല്ലേ? പാവ, അതിനൊന്നും ഭക്ഷണം ഒന്നും